ഹായ്, എല്ലാവർക്കും യുവാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഇഡലിപ്പൊടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് കാണാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇഡലിപ്പൊടിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇതാ. അരി, നമ്മൾ മട്ട അരിയാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ ഏകദേശം 1 കിലോ അരിയോളം ഉണ്ടല്ലേ. മാറ്റി വയ്ക്കാം. പിന്നെ വേണ്ടത് വറ്റൽ മുളകാണ്. പിന്നെ കുറച്ച് കായം വേണം. പിന്നെ കുരുമുളക്, പിന്നെ കറിവേപ്പില, നാടൻ കറിവേപ്പിലയാണ്. അതൊരു എത്ര ഉണ്ട്? ഒരു 5-6 തണ്ടുണ്ട്. പിന്നെ ഉഴുന്ന് പരിപ്പ് ഏകദേശം ഒരു 100 ഗ്രാമിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ കടലപ്പരിപ്പ്, ചെറിയ ജീരകം, ഇതൊരു 2 സ്പൂൺ. കാശ്മീരി മുളക് പൊടിയാണ് ഇത്, കളറിന് വേണ്ടി ഇടാനാണ്. ചിലപ്പോൾ എരി ഉണ്ടെങ്കിൽ ഇടത്തില്ല, എങ്കിലും ജസ്റ്റ് ഇടാൻ വേണ്ടി മേടിച്ചതാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ സാധനങ്ങൾ. ഈ സാധനമെല്ലാം നമുക്കിനി വറുത്തെടുക്കണം. നന്നായിട്ട് വറക്കണം. ഉപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ പൊടിയുപ്പ് എടുത്തേ, കല്ലുപ്പ് വേണമെങ്കിൽ ഇടാം കേട്ടോ. പൊടിയുപ്പ് എടുത്തിട്ടുണ്ട്. ഇത് സാധനമെല്ലാം വറക്കണം. നമുക്കിനി വറക്കാം. ഓരോന്നോരോന്നായിട്ട് വറക്കാം. ഓരോന്ന് സെപ്പറേറ്റ് വറക്കണം കേട്ടോ. അപ്പോൾ ഓരോന്നോരോന്ന് നമുക്ക് വറുത്തെടുക്കാം. അപ്പം നമ്മൾ സ്റ്റൗ കത്തിച്ച് ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ വേഗം വറക്കാവുന്ന സാധനം നമുക്ക് ആദ്യമേ വറുത്ത് മാറ്റി വയ്ക്കാം. പുറത്ത് നല്ല മഴ വരുന്നുണ്ട്. മഴപ്പുറത്താണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മുളകിടാം. വറ്റൽ മുളക് ആദ്യം ഇട്ട് കൊടുക്കാം. നമ്മൾ എളുപ്പം വറുത്തെടുക്കാം. ഇതില്ലേ, ഈ മുളകില്ലേ, മഴ സമയം ആയതുകൊണ്ട് മുളകൊന്നും നന്നായിട്ട് ഉണങ്ങിയിട്ടേ ഇല്ല. കുറേ സമയം എടുക്കുന്നതുകൊണ്ട് മുളക് വറുക്കുക നന്നായിട്ട് ഉണങ്ങിയിട്ടേ ഇല്ല. ഒക്കെ ഒടിക്കാനേ കിട്ടുന്നില്ല. മുളക് ഒടിക്കാനേ കിട്ടുന്നില്ല. അയ്യോ, മഴ, നല്ല മഴ. അപ്പം മുളക് നമ്മൾ മഴ പെയ്യുന്നോണ്ട് കേൾക്കത്തില്ല. മുളക് നമ്മൾ ഇതിലോട്ട് ഇടാൻ പോവാണ്. വറുത്ത് ഇനി അടുത്ത് നമ്മൾ കുരുമുളക് വറക്കാം. ഓക്കെ, കുരുമുളക് വറുത്ത് കഴിഞ്ഞ് നമുക്കത് ഇട്ട് കൊടുക്കാം. ഇങ്ങോട്ട് മാറ്റാം. ഇതെല്ലാം തണുത്തിട്ടേ പൊടിക്കാൻ പറ്റും. ഓക്കെ, കറിവേപ്പില ഇട്ട് കൊടുക്കുവാണേ. ഇഡലിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല രുചിയാണ് ഇഡലിപ്പൊടിക്ക്. നന്നായിട്ട് ഉണ്ടാക്കിയത്. എത്ര ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. ഞങ്ങൾ നേരത്തെ ഇത് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് പിന്നെ ഇത് നിർത്തിയതാണ്. ഇതൊക്കെ ചെയ്യാൻ വയ്യ പറഞ്ഞു. 30 കിലോ 40 കിലോ ഒക്കെ ദിവസം പൊടിച്ച് കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഇപ്പം നിർത്തി. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് മെല്ലെ തുടങ്ങാൽ. കഴിഞ്ഞിട്ട് അതിന് നമുക്കിത് മാറ്റി വയ്ക്കാം. നല്ല ജീരകം ഇട്ട് കൊടുക്കാം. ജീരകമൊക്കെ എളുപ്പമാകും വറുത്ത് വരും. അരി വറുക്കാനാണ് പാട്. നമ്മളുണ്ടാക്കിയ സമയത്ത് നമുക്ക് എങ്ങനെയായിട്ടും ഇതിൽ തന്നെ ആക്കും. അടുപ്പിൽ തന്നെ, വിറകടുപ്പിൽ. പിന്നീടാണ് മില്ലിൽ കൊണ്ടുപോയിട്ട്
വറക്കാൻ തുടങ്ങിയത്. ഓക്കെ, ജീരകം വറുത്ത് കഴിഞ്ഞു. അത് നമുക്ക് ഇതിലോട്ടിടാം. കായം ഇട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് വറുക്കാം. വെള്ളം നനവ് മാറിയിട്ട് നന്നായിട്ടെല്ലാം സെപ്പറേറ്റ് ആവും. ഈ സാധനങ്ങളെല്ലാം ഇല്ലേ നന്നായിട്ട് വറക്കണം. ഇത്തിരിയെങ്കിലും നന്നായിട്ട് വറുത്തില്ലാതെ വെച്ചാൽ വേറെ നാളിരിക്കില്ല. ഇത് ഞാൻ വേറെ നാളത്തൊന്നും ഉണ്ടാക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് വറക്കണം. ടേസ്റ്റ് വരണമെന്ന് വറുത്ത് വെക്കണം. നന്നായിട്ട് വറുത്ത് വെക്കണം. ഓക്കെ, ഉപ്പായിട്ടുണ്ട്. നമുക്ക് ഉപ്പ് മാറ്റാം. അപ്പം ഉഴുന്നിട്ട് കൊടുക്കുകയാണേ. ഒരു 100 ഗ്രാമുണ്ട്. ഈ ഉഴുന്നൊരു ഇതിൻ്റെ കളറൊക്കെ മാറി ഒരു ഗോൾഡൻ കളറാണ്. അതുവരെ നമുക്ക് വറക്കാം. അത്യാവശ്യം നമ്മൾ ഉഴുന്ന് ഇതായിട്ടുണ്ട്. നമുക്ക് ഉഴുന്ന് മാറ്റി വയ്ക്കാം. നേരത്തെ വെക്കട്ടെ, എനിക്ക് ഇതാ പോവില്ല. ഈ കടലപ്പരിപ്പ് ഇടുക. കടലപ്പരിപ്പ് ഇതാ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അരി നമുക്ക് കുറേശ്ശെ ഇട്ടിട്ട് വറക്കാം. ആദ്യം അരി വറക്കാൻ കുറച്ച് താമസം, വേഗം ആവില്ല. അപ്പം അരി ഇടുക. വറുത്ത് ചൂടായതുകൊണ്ടാണ് നമ്മളിങ്ങനെ വെക്കുന്നത്, തണുക്കാൻ വേണ്ടി. അപ്പം നമ്മൾ നേരത്തെ വെക്കാം. അരിയൊക്കെ വറുത്തു. ഇതും കൂടെ ഉള്ളു വറക്കാൻ. തണുക്കാൻ വെച്ചിരിക്കുക. ഇതായിട്ടുണ്ട്. നമുക്കിനി എടുക്കാം. ആവി പറക്കാം. നമുക്ക് ഒന്ന് ഇളക്കാം. ഇളക്കിയിട്ട് നമുക്കിതൊന്ന് ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. എന്താ ചോദിച്ചാൽ ചിലപ്പോൾ ഇത് പൊടിയോ ഇല്ലെന്ന് അറിയത്തില്ല, മിക്സിക്കകത്തായതുകൊണ്ട്. അവിടെ മില്ലിലാകുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചിട്ടാൽ പൊടിഞ്ഞ് കിട്ടും. അപ്പം നമുക്കിത് കുറച്ചായിട്ട് പൊടിക്കാം. മതി. നമ്മൾ കുറച്ചിട്ടു. നമുക്കിനി ഇത് പൊടിക്കാം. പൊടിയാനുണ്ട്. അരിയുടെ കൂടെ നമുക്കൊന്നും ഇട്ട് പൊടിക്കാം. നമ്മൾ ഈ ചെറുതായിട്ട് പൊടിച്ചതില്ലേ, ഇനി ഇതിൻ്റെ കൂടെ ഇട്ട് ഇറക്കാം. ഓക്കെ, എല്ലാം മിക്സ് ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചായിട്ട് പൊടിച്ചെടുത്ത് മാറ്റാം. അപ്പോൾ ഗൈസ്, ഫൈനലി നമ്മുടെ ഇഡലിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാരാണ് സാധനം. കുറച്ച് തരിയൊക്കെ വേണം കേട്ടോ. കുറച്ച് തരിയൊക്കെ ഉണ്ട്. ഇനി ഇത് നമുക്കാണെങ്കിൽ അല്ലാണ്ട് കഴിക്കാം. ഇനി വെറുതെ ഇഡലിയുടെ കൂടെ ഒക്കെ കഴിക്കാം. ഇതല്ലാതെ നമ്മുടെ രീതിയിൽ കഴിക്കുന്നത് കാണിച്ചു തരാം. പൊടി എടുക്കുക, അതിങ്ങനെ പ്ലേറ്റിലോട്ട് ഇടുക, ഇങ്ങോട്ട് സൂചി കൊത്തുക, എന്നിട്ട് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിക്കുക, എന്നിട്ട് ഇതിങ്ങനെ കലക്കുക. ദിങ്ങനെ മൊത്തത്തിൽ കലക്കുക കേട്ടോ. ഇങ്ങനെ കലക്കിയിട്ട് ഇതാ കണ്ട സൂപ്പറായിട്ടുണ്ട്. ഇത്തിരി ഉപ്പ്
അപ്പോൾ ഗൈസ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റ് ഉണ്ട്, ഇഡലിയൊക്കെ കഴിക്കാൻ, ഇഡലി ദോശയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെയും ടാറ്റാ.